ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന കഥകൾ, നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. ഇന്ന് ഞാനൊരു നാടോടി കഥയാണ് പറയാൻ പോകുന്നത്. ലോറൽ മരത്തിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അതിനകത്ത് നിന്നെടുത്ത ഒരു നാടോടി കഥ. അപ്പോൾ കഥ ഇങ്ങനെയാണ്. ശാന്തിയും സമാധാനവും കളിയാടിയിരുന്ന കടൽ തീരത്തുള്ള ഒരു കൊച്ചു രാജ്യത്തിലെ രാജകുമാരനായിരുന്നു ഓർലാൻഡോ. അവിടെയുള്ള ആളുകൾ കൂടുതലും മീൻ പിടിച്ചു ജീവിക്കുന്നവരായിരുന്നു. നമ്മുടെ പ്രജകളുടെ ജീവിതം മത്സ്യങ്ങൾക്ക് കടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് മീൻപിടുത്തക്കാരുടെ സംരക്ഷണത്തിൽ നീ ശ്രദ്ധിക്കണം, രാജാവ് മകനായ ഓർലൻഡോയോട് പറയുമായിരുന്നു. അമ്പെയ്ത്ത് വിദ്യ പരിശീലിച്ചു കൊണ്ടിരുന്ന ഓർലൻഡോ അത് സമ്മതിച്ചു. രാജകുമാരൻ എല്ലാ ദിവസവും അമ്പെയ്ത്ത് പരിശീലിക്കുകയും മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ അമ്പെയ്ത്ത് പരിശീലനത്തിന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു. രാജാവിന് ഓർലൻഡോയുടെ ഈ പ്രവൃത്തി അസംതൃപ്തിക്ക് ഇടയാക്കി. രാജാവ് പുത്രനോട് പറഞ്ഞു, അമ്പെയ്യാൻ വേണ്ടി മാത്രം നീ സമയം കളയുന്നു. ഉപയോഗശൂന്യമായ ഈ കാര്യത്തിന് വേണ്ടി ഇവിടുത്തെ പാവപ്പെട്ട മുക്കുക യുവാക്കളുടെ സമയവും നീ പാഴാക്കുന്നു. നീ ഇത് മതിയാക്കണം. അതിന് ഓർലാൻഡോയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അച്ഛാ, ഞാൻ എല്ലാ ദിവസങ്ങളിലും മീൻ പിടിക്കാൻ പഠിക്കുന്നുണ്ടല്ലോ. കൃത്യതയോടെയും ശക്തമായും അമ്പെയ്യാൻ പഠിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. വർഷങ്ങൾ പലതും കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരു വേനൽക്കാലത്ത് ഒരു സംഘം കടൽ കൊള്ളക്കാർ സമുദ്ര തീരത്തേക്ക് കപ്പലോടിച്ചു വന്നു. കൊള്ള നടത്താൻ പറ്റിയ സാധന സാമഗ്രികൾ നിറച്ച കപ്പലുകൾ അവിടെയുണ്ടോ എന്നവർ നോക്കുകയായിരുന്നു. ഓർലൻഡോ രാജകുമാരൻ കൊള്ളക്കാരെ നേരിടാൻ തന്നെ തീരുമാനിച്ചു. മീൻപിടുത്തത്തിന് ഉപയോഗിക്കുന്ന ഓരോ ബോട്ടിലും വിദഗ്ധരായ അമ്പെയ്ത്തുകാരെ കയറ്റിയ ശേഷം കൊള്ളക്കാരുടെ കപ്പലിന് നേർക്ക് ഓർലൻഡോ പറഞ്ഞയച്ചു. കപ്പലിൽ നിന്ന് ആക്രമണം ഉണ്ടാകുകയാണെങ്കിൽ എതിരിടാനായി ഓർലൻഡോയും തയ്യാറായി നിന്നു. അവിടെ കൊള്ളയടിക്കാൻ എത്തിച്ചേർന്നവർക്ക് രംഗം മോശമാണെന്ന് തോന്നി അവിടെ നിന്ന് പിൻവലിയുകയുണ്ടായി. അങ്ങനെ ആ കടലിൻ്റെ കരയിൽ വീണ്ടും ശാന്തിയും സമാധാനവും തിരികെ എത്തി. രാജാവ് ഓർലൻഡോയെ തോളിൽ തട്ടി അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, നീ അമ്പെയ്ത്ത് പരിശീലിച്ചത് ഉചിതമായി. രാജാവ് കൂട്ടിച്ചേർത്തു, ചിലപ്പോൾ ചെറുപ്പക്കാർക്ക് നല്ല ആശയങ്ങൾ മനസ്സിൽ ഉദിച്ചേക്കാം. ഇത്രയുമാണ് കഥ. ഒരു ചെറിയ കഥയായിരുന്നു, പെട്ടെന്ന് തന്നെ തീർന്നു അല്ലേ. അപ്പോൾ സ്കിൽസ് അല്ലേ, നമ്മളുടെ ആ വിദ്യാഭ്യാസം, നമ്മളെപ്പോഴും വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ വളരെ 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 നമ്മളിങ്ങനെ ചുരുക്കി കാണാറുണ്ട്. നമ്മളിങ്ങനെ പാഠപുസ്തകങ്ങൾ അല്ലെങ്കിൽ കണക്കും ഈ പറഞ്ഞ സയൻസും മാത്സും ജോമെട്രിയും ഒക്കെ പഠിച്ച് അല്ലേ, ചരിത്രവും ജോഗ്രഫിയൊക്കെ പഠിക്കുന്നത് മാത്രമാണ് പഠനം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പഠനം നിത്യേന നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. നമ്മളൊക്കെ, ഞാനും നിങ്ങളുമൊക്കെ അതിനകത്ത് പിന്നിലായിരിക്കും അല്ലേ. ഈ പഠനം ഒരു സിലബസ്, സർക്കാർ സ്കൂൾ തലത്തിലൊരു സിലബസ് പറയും, നമ്മൾ കോളേജ് വിദ്യാഭ്യാസത്തിലോട്ട് കിടക്കുമ്പോൾ അവിടെയും സിലബസ് ഉണ്ട്. ഈ സിലബസിൽ ഒതുങ്ങാനുള്ളതല്ല പഠനം. പഠനം സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഓരോ ദിനവും ദിനം പ്രതി നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഉദാഹരണത്തിന് നീന്തൽ നമുക്ക് പഠിക്കാവുന്ന കാര്യമാണ്, ജീവിതത്തിൽ ഉപകാരപ്രദമാകുന്നതാണ്. അതുപോലെ തയ്യൽ, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളല്ലേ. ചെറിയ ഇതൊന്നും പലപ്പോഴും നമുക്കൊന്നും അറിയത്തില്ല. ഇതൊന്നും നമ്മൾ എന്നെ പോലെ പലർക്കും ഇതൊന്നും അറിയത്തില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊക്കെ പഠിക്കേണ്ടതായിരുന്നു. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ന്യൂനത അതാണ്. ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒട്ടേറെ നൈപുണ്യങ്ങളുണ്ട്. അത് നമുക്ക് പലപ്പോഴും അറിയത്തില്ല. അതും കൂടെ അറിഞ്ഞാൽ ജീവിതം കുറച്ചും കൂടെ എളുപ്പമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മൾ പഠിച്ച് അല്ലേ പോകണം. നമ്മൾ എപ്പോഴും സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെന്തോ ആയി, അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയാൽ നമ്മളെന്തോ ആയി എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കും. യഥാർത്ഥത്തിൽ നമ്മളൊന്നും ആവുന്നില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അല്ലേ, പ്രകൃതിയിലോട്ട് നോക്കിയാൽ തന്നെ നമുക്ക് ഒട്ടേറെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
മൃഗങ്ങളുടെ മനഃശാസ്ത്രം നമ്മൾ അവരെയൊക്കെ നിരീക്ഷിച്ചാൽ ഒട്ടേറെ മനസ്സിലാക്കാൻ കഴിയും. ചുറ്റുമുള്ള പക്ഷികളെക്കുറിച്ച് അല്ലേ പഠിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും നമുക്ക് പഠിക്കാൻ സാധിക്കും. ഡ്രൈവിംഗ് നല്ലൊരു കാര്യമാണ് അല്ലേ. നമ്മൾ പലരും ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നതാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ ഇന്ന് ഭയങ്കര അനുയോജ്യമാണ്. നമ്മുടെ മുന്നിലുള്ള ഈ സ്മാർട്ട് ഫോൺ, അതിനകത്ത് യൂട്യൂബ് എന്ന് പറഞ്ഞ അല്ലേ ഒരു വീഡിയോ ഒക്കെ സെർവ് ചെയ്യുന്നൊരു ആപ്പുണ്ട്. ആ ആപ്പിലൂടെ ഒട്ടേറെ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന എല്ലാത്തിനെ കുറിച്ചും പഠിക്കാം. ഓരോരുത്തർ അങ്ങനെ അവർക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട്, വിവരിക്കുന്നുണ്ട്, വളരെ ലളിതമായിട്ടൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. കണക്കിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്കറിയാത്ത കാര്യങ്ങൾ കണക്കിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ഒക്കെ കാണും. അങ്ങനെ ഓരോ ഇലക്ട്രോണിക്സ് ഐറ്റംസിനെ കുറിച്ച് അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനെ കുറിച്ച്, നമ്മുടെ വണ്ടികൾ ശരിയാക്കാവുന്നതിനെക്കുറിച്ച്, അങ്ങനെ എല്ലാം ആ യൂട്യൂബ് വീഡിയോകൾ അല്ലേ അറിയാവുന്നവർ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഒന്ന് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പഠനം ഇപ്പം ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തേക്കാളൊക്കെ വളരെ എളുപ്പം വളരെ നമ്മുടെ പഠനത്തെ പരിപോഷിപ്പിക്കാനും സഹായിക്കാനും ഉജ്ജീവിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒട്ടേറെ ഘടകങ്ങൾ, ഇന്ന് അനുകൂല ഘടകങ്ങൾ ധാരാളമുണ്ട്. അത് ആധുനിക ടെക്നോളജി നമുക്ക് സമ്മാനിച്ചതാണ്. ഈ അവസരത്തിൽ അത് സ്മരിക്കാതെ വയ്യ. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇപ്പോഴത്തെ ഈ സ്കൂൾ സിലബസിൽ ഒട്ടേറെ ജീവിത നൈപുണ്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ സാധിക്കും. നമ്മളെപ്പോഴും ഈ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് എന്തൊക്കെയോ കുറേ പഠിച്ചു കൂട്ടുന്നതിനെക്കാട്ടി നമ്മൾ നിത്യേന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ഇവൻ പാചകം പോലും അല്ലേ കുട്ടികളെയൊക്കെ അഭ്യസിപ്പിക്കാൻ സാധിക്കും. അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറെ ആവശ്യം. നമുക്ക് ഓരോ ദിവസം ആഹാരം വേണം. ഈ നീന്തൽ അല്ലേ വലിയ ഇന്നത്തെ ഈ പ്രകൃതിയൊക്കെ മാറി വരുന്ന സാഹചര്യത്തിലൊക്കെ എപ്പോഴും മഴയും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഘട്ടത്തിൽ നമുക്കിങ്ങനെ ഒരു വള്ളം തുഴയാൻ സാധിക്കുമോ? ഒരു അത്യാസന ഘട്ടത്തിൽ, ഒരു അപകട ഘട്ടത്തിൽ, വെള്ളമൊക്കെ പൊങ്ങുന്നൊരു ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഒരു ബോട്ടിലൂടെ തുഴഞ്ഞു പോകാൻ ഉള്ളൊരു അഭ്യാസം അല്ലെങ്കിൽ ഒരു പരിശീലനം നമുക്ക് അഭ്യസിപ്പിക്കാൻ നമ്മളെ സ്കൂൾ അധികൃതർ തയ്യാറായില്ല, അല്ലെങ്കിൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായിട്ടതൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ, അങ്ങനെ അതിനൊക്കെ തന്നെ തുന്നൽ, അങ്ങനെ തന്നെ കുഞ്ഞു കാര്യങ്ങൾ യഥാർത്ഥത്തിൽ സ്കൂളിൽ അതൊക്കെ അല്ലേ പഠിപ്പിക്കേണ്ടതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. ഒട്ടേറെ കുഞ്ഞു കാര്യങ്ങൾ എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ നേടുന്ന ഒരു തൊഴിൽ അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ എന്താകുന്നു എന്നുള്ളത് പിന്നെ അതിനകത്ത് നമ്മൾ സ്പെഷ്യലൈസേഷനാണ് ആവശ്യം. അത് കുറച്ചും കൂടെ ഒക്കെ കഴിയുമ്പോൾ ഇന്നതാകണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് അതിനകത്ത് കൂടുതൽ പഠിക്കുകയാണ് വേണ്ടത്. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പക്ഷേ ജീവിതം മുന്നോട്ട് പോകാൻ ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. അതൊക്കെ പഠിക്കുക അല്ലേ, അത് വലിയൊരു ഘടകമാണ് വിദ്യാഭ്യാസത്തിൻ്റെ. ഇന്നത്തെ ഈ കഥയിൽ വിദ്യ എന്ന് പറയുന്ന ഒരു കാര്യം വന്നതുകൊണ്ട് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതാണ്. വിദ്യ അഭ്യസിക്കുകയാണ്, അവർക്കത് പ്രയോജനപ്പെടുകയാണ്. ഒരു ഘട്ടത്തിൽ ഒരാപത്ത് വരുമ്പോൾ ആ അമ്പെയ്ത്ത് അവർക്ക് ഉപകാരപ്രദമാവുകയാണ്. അപ്പോൾ ഞാൻ അത് ചിന്തിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങൾ പഠിക്കാൻ പറയുമ്പോൾ നമുക്ക് മടിയാണ്. പക്ഷേ പഠിച്ച ഒരു കാര്യവും നമുക്ക് ഉപകാരപ്രദം ആകാതെ വരില്ല. നമുക്ക് എപ്പോഴെങ്കിലും അത് ഉപകാരപ്രദമാകും. അതാണ് എൻ്റെ വസ്തുത എന്ന് പറയുന്നത്. ആ ഒരു പാഠമാണ്, ഗുണപാഠമാണ് നമ്മൾക്ക് ഈ കഥയിലൂടെ കിട്ടുന്നത്. ഒന്നും വെറുതെ ആവില്ല അല്ലേ, ഒരു പഠനവും വെറുതെ ആവില്ല എന്നുള്ളതാണ്. നമ്മുടെ ആപത്ഘട്ടത്തിൽ ചിലപ്പോൾ ആ നൈപുണ്യങ്ങളായിരിക്കും നമ്മുടെ രക്ഷയ്ക്കെത്തുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വലിയൊരു വിവാദം നടക്കുന്നുണ്ട്, നീറ്റ് എന്ന് പറഞ്ഞ്. ഇത് എൻ്റെ എല്ലാവരും ചൊല്ലണമെന്ന പരിപാടിയിൽ എടുത്തൊരു വിഷയമാണ്. ആ നീറ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? വിദ്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസം പണമുള്ളവരുടെ കയ്യിലോട്ട് ഒതുങ്ങുന്നതിൻ്റെ ഒരു വല്ലാത്ത ദുഃഖ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ നീറ്റ് എന്ന പരീക്ഷാ സമ്പ്രദായം ഒരു എൻട്രൻസ് പോലെയൊക്കെ അല്ലേ, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ഡോക്ടറാവാനും മറ്റുമൊക്കെ വേണ്ടി ഉള്ള ഒരു പരീക്ഷ. അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രാജ്യത്ത് ഈ നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ രണ്ടായി തരംതിരിക്കാം. ആദ്യത്തെ വിഭാഗത്തിൽ പഠിക്കാനുള്ള മിടുക്കും സാമ്പത്തികവുമുണ്ട്. മികച്ച കോച്ചിങ് സെൻറ്ററിൽ ഇവർക്ക് പരിശീലനം നേടാൻ സാധിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുകയാണെങ്കിൽ ആദ്യ വർഷം തന്നെ മികച്ച റാങ്ക് കിട്ടിയില്ലെങ്കിലും രണ്ടാം വർഷവും എന്നിട്ട് അതിനുവേണ്ടി ധനമുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് ഈ പരിശീലനത്തിൽ ഏർപ്പെടുകയും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്വകാര്യ കോച്ചിങ് സെൻറ്ററുകൾ അവരിങ്ങനെ ലക്ഷങ്ങളൊക്കെ ഫീസ് വാങ്ങിച്ചിങ്ങനെ തയ്യാറായിട്ടിരിക്കുക ഇങ്ങനെ വാർത്തെടുക്കാനായിട്ട്. അങ്ങനെ മാറ്റിയെടുത്ത് അങ്ങനെ പൈസ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും എഴുതാം.
പണം ചിലവാക്കി വീണ്ടും പരീക്ഷയ്ക്ക് ഇരിക്കാം. അപ്പോൾ വിദ്യാസമ്പന്നരായ ഈ മാതാപിതാക്കളുടെ ഒരു വല്ലാത്തൊരു നല്ലൊരു പിന്തുണയും കിട്ടും. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ പണം കൊണ്ട് അവർക്ക് ലഭിക്കുന്ന ട്യൂഷൻ ഇതേക്കുള്ള വിദ്യാഭ്യാസം, കോച്ചിങ് സെൻറ്ററുകളുടെ ട്യൂഷൻ വഴി അവർക്ക് നല്ല സൗകര്യങ്ങൾ, പഠിക്കാനുള്ള നല്ല സൗകര്യങ്ങളും അത് കൂടുതൽ അതിലോട്ട് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ ആ സെൻറ്ററുകൾ വഴി അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവരെല്ലാം ലക്ഷ്യം വെക്കുന്നത് എന്താണ്? മികച്ച റാങ്ക് നേടുക. മികച്ച റാങ്ക് നേടിയാലേ മികച്ച കോളേജുകളിൽ പ്രൊഫഷൻ നേടാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഇങ്ങനെ പണക്കാരായ മക്കൾ കുറേ പേര് ഇങ്ങനെ പരീക്ഷ എഴുതി റാങ്കിൽ കുറച്ച് പിന്നിൽ പോയാലും കുഴപ്പമില്ല, സ്വകാര്യ മെഡിക്കൽ കോളേജ് സീറ്റ് ഫീ കൊടുത്ത് അവർക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നു. ഇനി മറ്റൊരു വിഭാഗമുണ്ട്. അവരെ വളരെ സാമ്പത്തികമായും സാമൂഹികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളാണ്. പ്രവേശന പരീക്ഷയ്ക്കും പരിശീലന കോഴ്സിനും പുസ്തകങ്ങൾക്കുമായി ഒട്ടേറെ ലക്ഷങ്ങൾ ചെലവിടേണ്ടി വരും. അത്രയും ലക്ഷക്കണക്കിന് രൂപ ആവശ്യമായി വരും. അത് അവർക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അവരുടെ മാതാപിതാക്കൾക്കും അത് ചിലപ്പോൾ സാധ്യമായെന്ന് വരില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു പ്രാവശ്യമായിരിക്കും ഒന്ന് ശ്രമിക്കുന്നത്, അതിനകത്ത് വീണാൽ വീണു. ചിലപ്പോൾ അവർക്ക് അത് സാധിച്ചെന്ന് വരില്ല. മെറിറ്റ് റാങ്കിങ്ങിൽ പിന്നിൽ പോയാൽ ലക്ഷങ്ങൾ നൽകി പഠിക്കാൻ അവർക്ക് സാധിക്കില്ല, അവർക്ക് പറ്റത്തില്ല. വീണ്ടും ഒരു കോച്ചിങ്ങിനൊന്നും പോകാൻ അവർക്ക് സാധിക്കില്ല. അപ്പോൾ മിടുക്കുണ്ടായിട്ടും സാമ്പത്തിക സ്ഥിതി മോശമായതിനാൽ രണ്ടാമതൊന്നും ശ്രമിക്കാൻ പോലും ഇവർക്ക് സാധ്യമാവത്തില്ല. അവർ പലപ്പോഴും കിട്ടുന്ന ഒരു ഡിഗ്രി കോഴ്സിനായിരിക്കും ചേരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. നല്ല സമ്പത്തുള്ള മാതാപിതാക്കളുടെ മക്കൾക്ക് അതൊരു പ്രശ്നമല്ല. ഈ നീറ്റ് പരീക്ഷ ഈ താഴെത്തട്ടിലുള്ളവർക്ക് ഡോക്ടറാകാനുള്ള മോഹത്തിൻ്റെ അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ ഒരു മാർഗമാണ്. നീറ്റിലെ മെറിറ്റ് സീറ്റ് കിട്ടുക എന്നുള്ളത്. പലപ്പോഴും ആ പരീക്ഷയിൽ അവർ വിജയിച്ചില്ലെങ്കിൽ ആ സ്വപ്നം ഇല്ലാതാവുകയാണ്. അതാണ് ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത്. അവർക്ക് വീണ്ടും ശ്രമിക്കാൻ അവരുടെ ചിലപ്പോൾ ധനം അനുവദിക്കത്തില്ല, സാമ്പത്തിക ശേഷി ഇല്ലാത്തതുകൊണ്ട് അത് അനുവദിക്കത്തില്ല, മുന്തിയ കോച്ചിങ് സെൻറ്ററുകളുടെ പിൻബലം അവർക്ക് കിട്ടില്ല. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് ഇതിനകത്ത് വലിയൊരു വേർതിരിവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് മിടുക്കുണ്ടായിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത നിരവധി കുട്ടികൾ രാജ്യത്തുണ്ട്. അതുകൊണ്ടാണ് ഈ നീറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നത്. ഇതെന്തോ ഒരു സമൂഹത്തിലൊരു വേർതിരിവ് സൃഷ്ടിക്കുന്നുണ്ട്, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള. ഈ നീറ്റ് പരീക്ഷ നമ്മൾ ഈ പ്രൈവറ്റ് പ്ലെയേഴ്സിൻ്റെ കയ്യിലോട്ട് വെച്ചു കൊടുക്കുകയാണ്. അതായത് പ്രൈവറ്റ് പരിശീലന കേന്ദ്രങ്ങളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്ത അവസ്ഥയിലാണ് ഇപ്പോൾ. അവർ നല്ല ഫീസ് ചാർജ് ചെയ്യുന്നുണ്ട്, ആരെയും അവർ വെറുതെ പഠിപ്പിക്കത്തില്ല. ഇപ്പോൾ ഫീസ് നിരക്ക് നോക്കിയാൽ തന്നെ ഒരു മാസത്തെ ക്രാഷ് കോഴ്സ് ഫീ വരെ 1 ലക്ഷം രൂപയിലാണ് എത്തി നിൽക്കുന്നത്. ഏറ്റവും കുറവ് ഫീസ് എന്ന് പറഞ്ഞാൽ 25,000 48,000 ഒക്കെയാണ്. ഒരു വർഷത്തേക്ക് ഇത് 30,000 മുതൽ 1,50,000 രൂപ വരെ ആവും. 4 വർഷത്തേക്ക് 2.5 ലക്ഷം മുതൽ 4.5 ലക്ഷം രൂപ വരെയൊക്കെ വാങ്ങിക്കപ്പെടുന്നുണ്ട് ഈ ഫീസിനത്തിൽ. അപ്പോൾ ഇത്തരം കോച്ചിങ് സെൻറ്ററുകൾ പ്രതിവർഷം ശരാശരി 13.95 കോടി രൂപ സമ്പാദിക്കുന്നു എന്നാണ് ശരാശരി കണക്ക്. അപ്പോൾ ഇവിടുത്തെ തഴച്ചു വളർന്ന കച്ചവടം നമുക്ക് കാണാൻ സാധിക്കും ഈ കണക്കുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെയുള്ള മത്സര പരീക്ഷകൾ, എല്ലാത്തിലും മത്സര പരീക്ഷ, PSC എഴുതണമെങ്കിൽ മത്സര പരീക്ഷയാണ്. ഇവൻ സൈന്യത്തിൽ ചേരുമ്പോൾ പോലും പരിശീലനം നൽകുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. എല്ലാം ഇപ്പോൾ പരിശീലനത്തിൽ ചെന്ന് നിൽക്കുകയാണ്, കോച്ചിങ്ങിൽ ചെന്ന് നിൽക്കുകയാണ്. അത് ഒട്ടേറെ പണച്ചെലവ് ഉണ്ടാക്കുന്നു. അപ്പോൾ പണമുള്ളവരുടെ മക്കൾക്ക് മാത്രം വിദ്യ അഭ്യസിക്കാൻ പറ്റത്തോളം എന്നുള്ളൊരു സ്ഥിതിയാവുന്നു. വളരെ വളരെ മോശം പ്രവണതയാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാൽ ഇപ്പം നീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ താഴെത്തട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ മെഡിക്കൽ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്ന അവസ്ഥ വരും, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ പുനഃപരിശോധിക്കണം. ഇതൊക്കെ ഞാൻ പല മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളിൽ നിന്നൊക്കെ പഠിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. കണക്കുകളും ഒക്കെ അതിനകത്തൊക്കെ വന്നതാണ്. ജസ്റ്റിസ് AK രാജൻ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മുന്നിൽ ഉണ്ട്. ആ റിപ്പോർട്ടിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് ഇടത്തരക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾ മെഡിക്കൽ കരിയർ ഉപേക്ഷിക്കാൻ നിർബന്ധിതരായിട്ടുണ്ട് എന്നാണ്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് തമിഴ്നാട് സർക്കാരാണ്. അതിനൊക്കെ തന്നെ നീറ്റ് കോച്ചിങ് ക്ലാസ്സിലെ സംവിധാനങ്ങളും ഗ്രാമീണ മേഖലയിലെ വിദ്യാർത്ഥികളെ അകറ്റി നിർത്തുന്നു എന്നാണ് കണ്ടെത്തൽ. അതായത് നീറ്റ് വന്നതിന് ശേഷമുള്ള ഒരു കണക്കാണ്. നീറ്റിന് മുമ്പ് ഉള്ള വർഷങ്ങളിലെ എണ്ണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറഞ്ഞു വരികയാണ്. ഗ്രാമീണ മേഖലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മെഡിക്കൽ ബിരുദം നേടുന്നത് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ 2019-2020 വർഷത്തിൽ പരീക്ഷ എഴുതിയ 99% വിദ്യാർത്ഥികൾക്കും നീറ്റ് എഴുതുന്നതിന് മുമ്പ് കോച്ചിങ് ലഭിച്ചിരുന്നുവെന്ന് റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. ഇവരിൽ ഭൂരിഭാഗവും MBBS പ്രവേശനം നേടുന്നതിന് ആവർത്തിച്ച് പരീക്ഷ എഴുതിയിരുന്നു. ഇവരിൽ പലരും 8ാം ക്ലാസ് മുതൽ പരിശീലനം നേടുന്നുണ്ട്.
CBSE സിലബസ് പഠിക്കുന്ന കുട്ടികളെ മാതാപിതാക്കൾ അടക്കം സ്കൂൾ പഠനത്തിന് വലിയ പ്രാധാന്യം നൽകാതെ നീറ്റ് പരീക്ഷയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റിപ്പീറ്റ് ബാച്ചുകൾക്ക് വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ അല്ലേ, അത് 12.47% നിന്ന് 71.42% ഉയർന്നിരിക്കുകയാണ്. അതായത് ഇത്രയും കുട്ടികൾ 12ാം ക്ലാസ്സിന് ശേഷം ഡിഗ്രിക്ക് പഠിക്കാൻ പോകാതെ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസത്തിന് പോകാതെ എൻറോൾ ചെയ്യാതെ നീറ്റിന് പഠിക്കുകയാണ്. നീറ്റ് പാസ്സാകുന്നവരെ തുടർച്ചയായി ഇവർ കോച്ചിങ് സ്ഥലങ്ങളിൽ പോയി കോച്ചിങ് നേടുകയാണ്. അങ്ങനെ ഒരു പ്രവണതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നീറ്റ് ആരംഭിച്ച ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ സമൂഹത്തിലെ സമ്പന്ന വിഭാഗങ്ങളുടെ കൈകളിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തെ നാം എത്തിച്ചിരിക്കുകയാണ്. അതാണ് ഈ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ വളരെ ഒരു മോശം പ്രവണതയിലേക്കാണ് മെഡിക്കൽ വിദ്യാഭ്യാസം ഇപ്പോൾ കൂപ്പുകുത്തിയിരിക്കുന്നത്. അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ ഈ ഒരു കഥയിൽ വിദ്യയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇത്രയും ഒന്ന് കൂട്ടിച്ചേർത്തുന്നേ ഉള്ളൂ. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കാണാം പുതിയൊരു കഥയുമായിട്ട്. സൈനിങ് ഓഫ്, ബോണി.